തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആ തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാവും പകലും ഇപ്പൊ പിള്ളേർ ഇതല്ലേ പരിപാടി. 11-12 മണി വരെ കിടന്നുറങ്ങും. ഇത് നോക്കിയിരിക്കുക. എന്നിട്ട് രാവിലെ 9-10 മണി വരെ കിടന്നുറങ്ങുന്ന അശ്രീകരം പിടിച്ച വീട്ടിൽ നിങ്ങൾ എത്ര പൂജാമുറി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമില്ല. കുട്ടികളെ രാവിലെ പ്രഭാതം കാട്ടിക്കൊടുക്കണം. ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്, ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ളത് പ്രഭാതമാണ്. വാതിൽ തുറക്കണം. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം. ഉണരൂ മനസ്സേ ഉണരൂ. ആ മനസ്സിലാതെയോ ഇപ്പൊ ബുദ്ധിയുണ്ട്, മനസ്സില്ല. ബുദ്ധിയുണ്ട്, മനസ്സില്ല. പിന്നീട് ദൈവം ഉള്ളിൽ കയറി. ദൈവം കയറുന്ന ഇറ പിന്നെ അറ മനസ്സാ. സ്കൂൾ പഠിക്കുന്നത് ബുദ്ധിയാ, അതിൽ ദൈവം കയറില്ല, അതിന് യുക്തിയില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സ് വളർത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, അതിൽ തുറക്കണം അല്ലേ. ചൂട് ശ്രദ്ധിക്കരുത്, അവിടെ പ്രശ്നം ശ്രദ്ധിക്കും. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നു പോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. സ്ഥിരം മൊബൈലും നോക്കിയല്ല വീണയും വീട്ടി ഇരുന്നാല് ഭൂമിയിൽ ഒന്നും ഉണ്ടാവോ? ഭൂമി മരുഭൂമിയായി. അപ്പൊ തിന്നാനൊന്നുമില്ല, വിശന്നു. പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിന്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണം, മനസ്സിലായി? അധ്വാനിക്കണം, അധ്വാനിക്കണം. അടുത്ത ദൈവാര ബലരാമൻ കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ. എന്താ ശ്രീകൃഷ്ണൻ? സർഗാത്മകതയുടെ ദൈവമാണ് കൃഷ്ണൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാനാ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പുഷ്പങ്ങൾ ആസ്വദിക്കാനും പുഷ്പങ്ങളെ മാല കോർക്കാനും മനുഷ്യനെ കഴിയൂ. സൗന്ദര്യബോധം. പുഷ്പങ്ങൾ കൊണ്ട് വനമാല ചൂടിയവൻ കൃഷ്ണൻ. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചവൻ, പുഴയോട് സംസാരിച്ചവൻ കൃഷ്ണൻ. ആ കൃഷ്ണന് പുഴയെ ഇഷ്ടപ്പെടാൻ കാരണം, കാളിയ മർദ്ദകനായി പ്രശസ്തി നേടാൻ കാരണക്കാരി ഒരാൾ. കൃഷ്ണന്റെ യശസ് കൊടുത്തവളാരാ? കൃഷ്ണൻ തന്റെ ഓടക്കുഴലുമായിട്ട് പുഴയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടും നേരം വൃന്ദാവനം തന്നിലുള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നീതേ മന്ദം മന്ദം. പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തി. അപ്പൊ ഇവന്റെ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിക്കളഞ്ഞത്? അപ്പൊ കണ്ണൻ ചോദിച്ചു, അമ്മേ യമുനയുടെ ഓളങ്ങൾ ഇങ്ങനെ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകാത്ത എന്താന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു? നിങ്ങളോടാ ചോദിച്ചെങ്കിൽ എന്താ നിങ്ങൾ പറയാ? എന്തെന്നാടാ ചോദിക്കുന്നത്? എനിക്ക് വേറെ പഠിക്കാനൊന്നും ഇല്ലെന്നല്ലേ. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ പാട്ട് കേട്ടിട്ട് പോകാൻ തോന്നാഞ്ഞിട്ടാ കണ്ണാ. കണ്ണന്റെ വീണുവിൽ ഉയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ. താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ ആ പുഴയെ സ്നേഹിച്ചു കണ്ണൻ, യമുനയെ സ്നേഹിച്ചു, യമുനയിൽ വന്നു ചേരുന്ന കാളിന്തിയെ സ്നേഹിച്ചു, കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരെ സമരം ചെയ്തു. അങ്ങനെ കാളിയന് മർദ്ദകൻ എന്ന യശസ് നേടി. ആ യശസ് കൊടുത്തവളാരാ? വരം കൊടുത്തവളെ വരദ എന്ന് പറയും. യശസ് കൊടുത്തവളെയോ യശോദ എന്ന് പറയും. മനസ്സിലായോ? കണ്ണന്റെ അമ്മയുടെ പേരെന്താ? യശോദ. നിങ്ങളുടെ മക്കളുടെ യശസ് കൊടുക്കുന്നവരാണോ?
മക്കളെ പറ്റിയിട്ട് എന്താ അലക്കക്കാരോ നാട്ടുകാരോ എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് മക്കള് എപ്പം നോക്കിയാലും മൊബൈലിൽ കളി എന്നല്ലാണ്ട് ഈ പിള്ളേരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുക യശോദ എന്നല്ല പൂതനാന്ന. സ്വന്തം മക്കളുടെ കുറ്റവും കുറവും നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യശോദയല്ല പൂതനയാ. ഒരാളോട് പറയരുത്. മക്കളുടെ തെറ്റ് മുഖത്ത് നോക്കി പറയാ, മുഖത്ത് നോക്കി അവരോട് പറയാ, മറ്റുള്ളവരോട് പറയരുത്. അത് മോശമാണ്. അവർക്കും വ്യക്തിത്വമുണ്ട്, അഭിമാനമുണ്ട്. അവര് അപമാനിതരാവാൻ, അവരെ അപമാനിക്കാൻ അച്ഛനും അമ്മയ്ക്കും അവകാശമില്ല. കാരണം നമ്മുടെ മക്കളല്ല ആരാ? എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകേണം. അല്ലേ? എല്ലാരും കണ്ണന്മാരാ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ദൈവങ്ങളാ. നമ്മുടെ മക്കളെല്ലാം ദൈവങ്ങളാ. അവരെ അപമാനിക്കുന്നത് ദൈവത്തിനെ അപമാനിക്കുന്നത് തുല്യമാണ്. അവരെ സ്നേഹിക്കുക, കലവറയില്ലാതെ സ്നേഹിക്കുക. അപ്പൊ ദൈവത്തിലെ എത്തും. കൃഷ്ണൻ സർഗാത്മകതയുടെ പുഴയെ സ്നേഹിച്ച മാവൂർ ഗോളിയർ റയൻസിനെതിരായി ചാലിയാറിലെ വിഷം കാക്കുന്നതിനെതിരായി സമരം നടന്നില്ലേ? അത് തന്നെയാണ് കൃഷ്ണൻ ചെയ്തത്. കാളിയമർദ്ദൻ. കൃഷ്ണൻ കലയുടെ ദേവനാണ്. ഓടക്കുഴൽ വിളിച്ചു. സംഗീതമുണ്ടായിരുന്നു, നൃത്തമില്ലേ, ഭാവമില്ലേ, നവരസങ്ങൾ, കരുണം, വീര്യം, ശൃംഗാരം, വിവത്സം, അത്ഭുതം, ഹാസ, ശാന്തം എന്ന് പറഞ്ഞ 9 രസങ്ങളിൽ രസരാജനായ ശൃംഗാരത്തിന്റെ 16,000 ഭാവങ്ങളും ബാക്കി 8 രസങ്ങളും അവതരിപ്പിക്കാൻ അന്നത്തെ യോഗ്യത നേടിയ അതിന്റെ ഒറ്റ മാസ്റ്റർ ഡിഗ്രിയുള്ള ആളാണ് കൃഷ്ണൻ. അതുകൊണ്ട് 16,008 രസങ്ങളുടെ മാസ്റ്റർ നാഥൻ ഭർത്താവാണ് കൃഷ്ണൻ എന്ന് കരുതിയിട്ട് പലരും വിചാരിച്ചു കൃഷ്ണന് 16,008 ഭാര്യയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ഭാര്യന്റെ ഫോട്ടോ കൊണ്ട് ജയിക്കുമല്ലോ കൃഷ്ണൻ എന്നെല്ലാം വിചാരിച്ചു പോയി. ഒന്നുമല്ല, 16,008 രസങ്ങളുടെ നാഥനാണ്. അതാണ് രാസലീല. രസങ്ങളുടെ ലീലയാണ് രാസല, മഹാരാസലീല. ആ കൃഷ്ണൻ പ്രകൃതിയുടെ ദേവനാണ്, പുഴയുടെ ദേവനാണ്, സൗന്ദര്യത്തിന്റെ ദേവനാണ്. തത്വശാസ്ത്രം ഉപദേശിച്ചില്ലേ കൃഷ്ണൻ? ഭഗവത്ഗീത ഉപദേശിച്ചവനാണ്. ഭഗവത്ഗീത സൗഹൃദ ബന്ധത്തിന്റെ പ്രതീകമാണ്. തന്റെ സുഹൃത്തായ അർജുന്റെ ചങ്കാണ് കൃഷ്ണൻ. അല്ലേ? അർജുന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായാളല്ലേ കൃഷ്ണൻ? ഏറ്റവും ഒടുവിൽ വന്ന ആ ദൈവം മനുഷ്യ ജീവിതത്തിന്റെ സകല സർഗാത്മകതയുടെയും പ്രതീകമാണ്. അപ്പൊ മനസ്സിലായോ? ദശാവതാരം മത്സ്യം മുതൽ കൃഷ്ണൻ വരെ ഇനി കൽക്കി വന്നിട്ടില്ല. മത്സ്യം മുതൽ കൃഷ്ണൻ വരെ 9 അവതാരങ്ങളും ജീവന്റെ ഉൽപ്പത്തിയും വികാസവുമാണ് ആ പ്രകൃതിയെ. ആ വികാസത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വികാസം ഉണ്ടായോ? നമ്മുടെ കുട്ടികൾ ഇപ്പോ ഓരോ വർഷം ബുദ്ധി കൂടുന്നതോറും ആർത്തി കൂടുന്നുണ്ട്. ആർത്തി കൂടുതൽ പണ്ടെല്ലാം നമ്മളെല്ലാം സ്കൂളിൽ പോയി ആർത്തി കൊണ്ടാണ് ഉപ്പുമാവ് വീട്ടിലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പട്ടിണിയായിട്ടാണ്. എന്നാൽ ഇപ്പോ ഏതെങ്കിലും വീട്ടിൽ പട്ടിണി ഉണ്ടാവും. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വായനശാലകൾ തേടി ഓടുന്നില്ല, ഏതെങ്കിലും ഒരു ചർച്ചാവേദികളിൽ പോയിട്ട് സംസാരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പുതിയ സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. അവരെല്ലാവരും ഓടുന്നത് മരണാനന്തര ബഹുനാമധാരിയെ തേടിയിട്ടാണ്. ഈ നാട്ടിലുണ്ടോ അങ്ങനെ മരണാനന്തര ബഹുനാമധാരിയെ തേടുന്ന കുട്ടികൾ? മരണത്തിന് മുമ്പ് നമുക്ക് ബഹുനാമധാരി, നമുക്ക് ബഹുനാമം, നമുക്ക് എത്ര പേരുണ്ടല്ലേ, എത്ര പേരുകളുണ്ട് നമുക്ക്. പക്ഷേ മരിച്ചാൽ നമുക്ക് ഏകനാമധാരിയാണ്. മരിച്ച ഒറ്റ പേരിലേ ഉള്ളൂ ശവം. മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ ശവം. എന്നാ മരിക്കുന്നവരെ ഒറ്റ പേരേ ഉള്ളൂ കോഴിക്ക്. മരിച്ചാൽ 28 പേര്. മരണാനന്തര ബഹുനാമധാരി. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറഞ്ഞടിച്ച ചിക്കൻ ചില്ലി, 28 മോഡൽ ചിക്കൻ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഇത് തേടി പോവുക. ഇറച്ചി മീനും കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുത്തോട്ടെ. സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്നുക. പക്ഷെ സായിപ്പന്മാർ ഇറച്ചി തിന്നുമ്പോ ഒരു കഷ്ണം ഇറച്ചിയിൽ ഒന്നിച്ച് 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ട് എത്തും. നമ്മളെ കുട്ടിക്ക് പച്ചക്കറി വളർത്തിയൊക്കെ അവരുടെ ഇലയിലെ സൈഡ് കണ്ടിനെങ്കിൽ ഈ പ്രശ്നം വെക്കുന്ന ജ്യോതിഷികൾ എടുത്ത് പോയാൽ കബഡി നിരത്താണ്ടിനോ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണിൽ എങ്ങനെ ചിന്തയും പറഞ്ഞിട്ട് കബഡി നിരത്തും പോലെ വെണ്ടക്കായ അങ്ങോട്ട്, മുരിങ്ങക്കായ അങ്ങോട്ട്, കാരറ്റ് അങ്ങോട്ട് എല്ലാം സൈഡാക്കി വെക്കും. എന്നിട്ട് വിളമ്പുന്ന ആളുടെയും പീസ് ഉണ്ടാകും. ഇറച്ചി ആർത്തിയാണ്. ഈ ആർത്തി വർദ്ധിച്ച് അതിൽ തൃപ്തിയാവാതിരിക്കുമ്പോൾ അവർ പദാർത്ഥം, ശരീരമാകുന്ന പദാർത്ഥത്തിന് തൃപ്തി വരുത്തണമെങ്കിൽ പദാർത്ഥം തന്നെ വേണം. മാഘന്റെ ശ്ലോകമാണ്.
വിശക്കുന്നവന് വ്യാകരണം കൊണ്ട് വിശപ്പ് മാറ്റാൻ പറ്റില്ല, ദാഹിക്കുന്നവന് കാവ്യരസം കൊണ്ട് ദാഹം മാറ്റാൻ പറ്റില്ല. ശരീരത്തിന് പദാർത്ഥമാണ്, പദാർത്ഥത്തിന് പദാർത്ഥമാണ്. പദാർത്ഥത്തിന് 3 അവസ്ഥകളുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അല്ലെ? ഖരം, ദ്രാവകം, വാതകം. അതാണ് നമ്മുടെ കുട്ടികൾ ഈ ആർത്തി പിടിച്ച് ഇറച്ചിക്ക് വേണ്ടി ഓടുന്ന കുട്ടികളാണ് ക്രമേണ എന്താവുന്നത്? ഖരം MDMA പൊടി, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. ഇതിന്റെ പുറകെ ഓടുന്നത്. മനസ്സിലായോ? ആർത്തി പണ്ടാരങ്ങളാവരുത്, ആവരുത്. ഈ ശരീരമല്ല പ്രധാനം, ഇത് അസത്ത. ഇത് സത്ത്, ജീവനാകുന്ന സത്തുള്ളതുകൊണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് കുളിച്ചല്ലോ. കുളിച്ചിട്ട് മുടി ചീകാനും പൗഡർ ഇടാനും മുട്ട തൊടാനും ഒരല്പനേരം കണ്ണാടിയിൽ നോക്കിയില്ല എല്ലാവരും? ആ കണ്ണാടിയിൽ കണ്ട നിങ്ങളുടെ സ്വന്തം തലയില്ലേ ഒരു 1.5 തേങ്ങന്റെ വലിപ്പമുള്ള തല? ഈ തലയൊന്ന് മനസ്സിലാലോചിച്ചോ കിട്ട നിങ്ങളുടെ തല. ആലോചിച്ചു, എന്റെ തലയല്ലേ നിങ്ങളുടെ തല. ആ തല 100 കൊല്ലം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? ആലോചിച്ചോ, ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? 100 എന്ന് പറയുന്നിട്ട് കുറേയാക്കൽ എടുവട്ടിയോ നീ 100 നിൽക്കുമോ? ചെറിയ കുട്ടികളുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പൊട്ടെല്ലാം തൊട്ട് മുടി ചീകി ഒതുക്കിയ ഈ തലയിലെ തിലകം ചാർത്തി ചീകിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാനുഴറിയ നീയോം വില പിടിയാതൊരു തലയോടായി മാറൂലേ. ഈ തത്വം അറിയാൻ ഒരു വിദ്യാലയത്തിൽ പഠിക്കണം. ആ വിദ്യാലയത്തിന്റെ പേരാണ് ആത്മവിദ്യാലയമേ. ആത്മവിദ്യ അഭ്യസിക്കണം. ആ വിദ്യാലയത്തിൽ എങ്ങനെയാ സ്കൂൾ ബസ് ഉണ്ടാവുക? ആ വിദ്യാലയത്തിൽ എങ്ങനെ പോകും? അതിന് പോകാൻ നിങ്ങളുടെ അടുത്തൊരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ പേര് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സ് കൊണ്ടിയാണ്. കൊട്ടിയൂർ പോകുന്നുണ്ടായിരുന്നു. കൊട്ടിയൂർ പോകാൻ എന്റെ വീടിന്റെ മുമ്പിൽ. ഇവിടുന്ന് നിങ്ങൾ നേരെ കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് ബസ് കയറി കൊയിലാണ്ടി പോയി, വടകര പോയി, അല്ലേ? അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ വടകര കഴിഞ്ഞാൽ പിന്നെ കൈനാട്ടി, ചോറോട്, അല്ലെ? ചോറോട്, കൈനാട്ടി, അത് കഴിഞ്ഞാൽ മുക്കാലി. വടകര പോയിട്ട് സ്വർണം വാങ്ങി വരുമ്പോ മുക്കാലി എന്നൊരു സംശയം ഉണ്ടാവില്ല. അത് പറയാമോ? മുക്കാലി എന്നൊരു സ്ഥലമില്ലേ? വടകര പോയി സ്വർണം വാങ്ങി വരുമ്പോ മുക്കാലി എന്നൊരു സംശയം. എന്താ ഇത് മുക്കാലി? ഈ സ്വർണം മുക്കാലി, മനസ്സിലായോ? അല്ലേ? അതാണ്. തലശ്ശേരി പോയി മൊയ്ലീനി വാങ്ങി വരുമ്പോ പയ്യോളി എന്നൊരു സംശയം. മൊയ്ലീനി വാങ്ങിട്ട് വരുമ്പോ പയ്യോളി. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് സ്ഥിരം ചൊല്ല. അപ്പൊ മുക്കാളി കഴിഞ്ഞാൽ പിന്നെ മാഹിപ്പാലം, അല്ലെ? മാഹിപ്പാലം കഴിഞ്ഞാൽ പിന്നെ പുന്നോല്, ന്യൂമാഹി. പുന്നോല് കഴിഞ്ഞാൽ തലശ്ശേരി എത്തി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കുട്ടിയൂർ ബസ് കയറിയാൽ അവിടുന്ന് നേരെ എന്നോളിപ്പാലും ചോനാടും കഴിഞ്ഞിട്ട് നേരെ കതിരൂര് കഴിഞ്ഞ് 6 മൈലും കോട്ടയം കോയിലും കഴിഞ്ഞ് പൂക്കോട് കഴിഞ്ഞ് കൂത്തോറമ്പിലെത്തി. കൂത്തോറമ്പ് നേരെ അങ്ങോട്ട് പോയാൽ മുക്കലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടത്തോട്ട് പോയാൽ മട്ടന്നൂര, വലത്തോട്ട് തെറ്റണം. വലത്തോട്ട് തെറ്റിയാൽ കൈതേരി എത്തി. കൈതേരി നിന്ന് മാന്തേരി, മാന്തേരി നിന്ന് ചിറ്റാരിപ്പറമ്പ്, ചിറ്റാരിപ്പറമ്പ് കണ്ണവം. എന്റെ നാട്ടിൽ കണ്ണവും കഴിഞ്ഞിട്ട് എടയാറും കഴിഞ്ഞ് കോളയാടും കഴിഞ്ഞ് പുന്നപ്പാലും പള്ളിപ്പാലും കഴിഞ്ഞിട്ട് നേരെ കൊമ്മേരി കഴിഞ്ഞിട്ട് നെടുമ്പോയിലെത്തി ഇടത്തോട്ട് കയറിയ. ഇടത്തോട്ട് കയറി 1/2 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് ഒരു ഷോർട്ട് വഴി. അതിലെ പോയാൽ വാരപ്പിടി നിന്ന് വലത്തോട്ട് ഇറങ്ങിയാൽ നേരെ പെണ്ണൂടി എത്തും. ആടെ നിറത്തോട്ട് പോയാൽ കൊളക്കാട് എത്തും. കൊളക്കാട് നിറത്തോട്ട് പോയാൽ മംഗലാം പറമ്പ് എന്ന് പറയുന്ന പേരാവൂരിലുള്ള റോഡൊക്കെ. ആടുന്ന് പിന്നെ വലത്തോട്ട് പോയാൽ കേളകത്തൊത്തും. കേളകം കഴിഞ്ഞാൽ ചുങ്കക്കുന്ന്. ചുങ്കക്കുന്ന് കഴിഞ്ഞാൽ പിന്നെ നീണ്ടു നോക്കി കഴിഞ്ഞാൽ പാമ്പറപ്പാൻ പാലവും കഴിഞ്ഞാൽ പിന്നെ തൃച്ചെറുമെന്ന എന്ന കൊട്ടിയൂർ അമ്പലത്തിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചെരുപ്പല്ല ഏതൊന്ന് സഞ്ചിയിലാക്കിയിട്ട് വണ്ടി തന്നെ വെച്ചിട്ട് പാലവും കടന്നിട്ട് ഉടുത്ത ഡ്രസ്സാല നേരെ പോയിട്ട് വെള്ളത്തിൽ മുങ്ങണം. എന്നിട്ട് മുങ്ങിയിട്ട് ആ നനഞ്ഞേനാലെ പോകണം കേട്ടോ കൊട്ടിയൂർ തൊഴാൻ കേട്ടോ. ആടുന്ന ഡ്രസ്സൊന്നും മാറ്റരുത്, അപ്പാട് പോകണം. എന്നിട്ട് ചെറിയ കല്ലെടുത്ത് വലിയ കല്ലുമില്ല വരച്ചിട്ട് അയിമേൽ ഉണ്ടാകുന്ന ആ ചാന്തെടുത്ത് നെറ്റിക്ക് തൊട്ട് നേരെ തിരുവഞ്ചിറയിലെത്തി. തിരുവഞ്ചിറ 3-ാം പ്രദക്ഷിണം വെച്ച് 3-ാമത്തെ പ്രാവശ്യം അമ്മാർക്കൽ എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. സതീദേവി അഗ്നിയിൽ തൂകിയ സ്ഥലം. അവിടെ ഭണ്ണാരം പെരുക്കി. എന്നിട്ട് തിരിച്ചിപ്പുറം വന്നിട്ട് മണിത്തറയുടെ മധ്യത്തിലുള്ള കുഴിയുടെ അകത്തുള്ള സ്വയംഭൂ വിഗ്രഹത്തെ തൊഴുത് അവിടെ ഭണ്ണാരം പെരുക്കി പുറകോട്ട് നടന്ന് വീണ്ടും പാലത്തിലൂടെ കടന്നിട്ട് കൊട്ടിയൂർ വന്നിട്ട് വരണം. കേട്ടാ, ഒരു നയാ പൈസ ഇല്ലാണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് എല്ലാവരും കൊട്ടിയൂർ പോയില്ലേ? ഇതാണ് മാനസ സഞ്ചരരേ. പിടിക്കോ?
പക്ഷിമൃഗാദികൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. ആ മനസ്സിനെ ഉണർത്തുക. ആ മനസ്സാണ് വലുത്. മനസ്സ് വലുതാവുമ്പോ ദൈവം വലുതാവും. ബുദ്ധി മാത്രം വലുതായ പോരാ, കുട്ടികളുടെ മനസ്സ് വലുതാവും. ആ മനസ്സ് വലുതാകാൻ ഒരു സൂത്രവും പറഞ്ഞിട്ട് മനസ്സിലാക്കാം. ഇതിനി അമ്പലത്തിൽ മാത്രമല്ല, ഞാനിപ്പോ KMCT കോളേജിലും പാലാ ബ്രില്യൻസിലും ഒക്കെ ക്ലാസ് എടുക്കുന്നത് ഇതാണ്, ബ്രെയിൻ ആൻഡ് മൈൻഡ്. നമ്മുടെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ദൈവവിശ്വാസം ഉണ്ടായിട്ടും ദൈവത്തിന്റെ മൂല്യമില്ലാത്തത് അവരുടെ ബുദ്ധിയിലാണ് ദൈവം ഇരിക്കുന്നത്, മനസ്സിൽ. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. ഈ മാംസത്തിന്റെ ചോദനകളിൽ നിന്ന് മനസ്സിനെ ഉണർത്താനാണ്. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനേ. ആ മനസ്സിനെ ഉണർത്താൻ നിങ്ങളും കുട്ടികളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സോഫ്റ്റനാവണം, മൃദുലമാവണം. ചപ്പാത്തി ഇഡ്ഡലി സോഫ്റ്റനാവാനുള്ള സൂത്രം അറിയാലോ. ബന്ധങ്ങൾ സോഫ്റ്റനാവാൻ എന്താ? ഇംഗ്ലീഷ് പറയുന്ന എളുപ്പം കഴിയും സോഫ്റ്റനാവാൻ. സ്പെല്ലിംഗ് പഠിച്ചാൽ മതി. SOFTEN 6 അക്ഷരവും. ഓരോ അക്ഷരത്തിനും ഓരോ വാക്കും പറഞ്ഞാൽ പ്രശ്നം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മൈൽ, പുഞ്ചിരിക്കുക. നിങ്ങൾ മക്കളോട് പുഞ്ചിരിക്കുക. അലക്കക്കാർ വന്ന അതല്ല രാമാട്ട കുഴിനാട്ട അതെല്ലാം മോനെ എന്ന് പറഞ്ഞ് ചിരിക്കും. സ്വന്തം മക്കളോട് എണീക്കുന്നില്ലേ, പള്ളിയേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, പിന്നീട് നമുക്ക് മക്കളോടൊന്നും പുഞ്ചിരിക്കണം. ആ മോനെ നന്നായിട്ട് ഉറങ്ങിയടാ, ചിരിച്ചൂടെ? പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേയൊരു ജന്തു മനുഷ്യനല്ലേ. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ വയോജന ദിനമായ ഒക്ടോബർ 1 ഒരു പരിപാടി വെച്ചു. ഗ്രാൻഡ് ഫാദർ സംഗമം. എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം. നോക്കുമ്പോ ഇരിക്കാൻ ആസാരില്ലാത്ത ആള്. കാരണം രക്ഷകർത്താക്കളെ ഓം വിളിച്ച് അമ്മ പോകുന്നത് അച്ഛൻ വരില്ല, അച്ഛൻ വരുന്നുണ്ട് അമ്മ പോകില്ല. പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മനെ വിളിച്ചു നോക്കുമ്പോ ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവില്ല. 4 ആളിങ്ങ് വന്നു. കുട്ടികളിരുന്നിടത്തല്ല അവരൊക്കെ ഇരുത്തി കുട്ടികളൊക്കെ വരാന്തയിൽ നിർത്തിയിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ടീച്ചർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മക്കളെ ഇവരാണ് നമ്മുടെ പ്രകാശഗോപുരങ്ങൾ, അവരെ സ്നേഹിക്കണം, സഹായിക്കണം എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്ത് വീഴും, അതുകൊണ്ട് ചിരിക്കരുതേ കുട്ടികൾ. അപ്പൊ 9ാം ക്ലാസ് പഠിക്കുന്ന വിനീത് എന്ന് പറഞ്ഞ ഒരു ചെക്കൻ എണീറ്റിട്ട് ടീച്ചറെ ഒരു സംശയം. എന്താണ്? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്നാ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കില്ല, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളെല്ലാവരും പുഞ്ചിരി ഉണ്ടായില്ലേ മുഖത്ത്? എല്ലാവരും ഇല്ല, 2-3 ആള് ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവര് നാളെ തന്നെ ECG എടുത്ത് നോക്കുന്നതല്ല, ബ്ലോക്ക് ഉണ്ടാവും. ചിരിക്കേണ്ട മനുഷ്യനായ മക്കളെ നോക്കിയൊന്ന്, പ്രായമുള്ളവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുക. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ. പുഞ്ചിരിക്കുക. രണ്ടാമത്തത് ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്നു. നിങ്ങൾ വർത്തമാനം പറയുന്ന സ്ഥലം ഏതാണ്? വരാന്തയാണോ? പക്ഷേ അവിടെ പ്രായമുള്ള ആള് കിടക്കുന്ന ആളാണെങ്കിൽ, ഇറയത്ത് വരാൻ പറ്റാത്ത ആളെങ്കിൽ അവിടുന്ന് വർത്തമാനം പറയും. നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാ ഇവർ പറയുന്നത് കേൾക്കണം. അവരുടെ മനസ്സിന് സംതൃപ്തി കൊടുക്കുന്നത് അവരുടെ അടുത്ത് പോയി വർത്തമാനം പറയണം. വർത്താനം പറയുമ്പോ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛമ്മയും വല്യമ്മയും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവരുത്, TV നോക്കണം. എന്നിട്ട് 1/2 മണിക്കൂർ വെറുതെ വർത്താനം. എന്താ വർത്താനം? പുഷ്പ അതാരാ പോകുന്ന രാമാട്ടൻ മഹാവൃത്തിയുണ്ട്. അപ്പുറത്തെ ബഷീർ ഒരു ചുക്കിന് പോകില്ല. പഞ്ചായത്ത് മെമ്പർ അയ്യോ പോകും. പ്രസിഡന്റ് മഹാബദ്ധം. MLA വയസ്സായി. മന്ത്രിമാരെല്ലാം വെറും ഭക്ഷണന്മാർ. മുഖ്യമന്ത്രി ഭീകരൻ. എല്ലാരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം ഞാൻ മാത്രം ശരി, ഈ ഒന്നും ശരിയല്ല. എന്താ കുട്ടികൾക്ക്? പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരിയുടെ വരി. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട്. നന്മ കാണിച്ചു. ഹൃദയം തുറക്ക്, വാതിൽ തുറക്ക്. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്ക്.
മുറ്റത്തിറങ്ങിയിട്ട് കുട്ടികളോടും പൂമ്പാറ്റകളോട് സംസാരിക്കാൻ പഠിപ്പിക്കും. കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം മുറ്റത്തൊന്ന് നടന്നു നോക്കും. നല്ല മക്കളാണ്. ഇന്നലെ രാവിലെ എണീറ്റ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയല്ല. ഇസ്രായേലിലെ പട്ടാളക്കാർ 3-4 കൊല്ലമായിട്ട് രാവിലെ ഉറക്കളിഞ്ഞ 3 മിസൈൽ നീ കൊടുക്കും. എന്നിട്ടേ പല്ല് വരുന്നത്. നമ്മളെന്താ പണി? ആദ്യം എണീറ്റ് ടിക്ക് 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 3 കേസിന്റെ അടിയിൽ 3 തീ കൊടുക്കല. മനസ്സിന് തിരി കൊടുത്തു. ഓപ്പൺ ദി ഹെഡ്. 3ാമത്തെ ഫോർവേഡിൽ കുട്ടികളിലേക്ക് താഴണം. കുട്ടികളുടെ വലിയ രക്ഷകർത്താവ് പേടിപ്പിക്കുന്ന ആളെ മഹാത്മാഷാവരുത്. വീട്ടിൽ കുട്ടികളിലേക്ക് താഴും. നമ്മുടെ സുഹൃത്തായി കാണും കുട്ടികളെ. എന്നാൽ കുട്ടികൾ നമ്മളെ ബഹുമാനിക്കും. കുട്ടികൾ നിങ്ങളെ സ്നേഹിക്കേണ്ടത് പേടിച്ചിട്ടല്ല, ബഹുമാനിച്ചിട്ടായിരിക്കും. പേടി വേണ്ട. ഇന്നത്തെ കുട്ടിക്ക് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബഹുമാനിക്കുക, സൗഹൃദം ഉണ്ടാകും. ഫോർവേഡിൽ അടുത്ത ടച്ച് തൊടണം. കുട്ടികളെ കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വല്ലാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ 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 കുറഞ്ഞു വരുമ്പോൾ കുട്ടിക്ക് നഷ്ടബോധം. എത്ര വലുതായാലും മക്കളെ തൊടണം. നമ്മുടെ മനസ്സിന്റെ മതില് തൊക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വല്ലാത്ത അനുഭൂതിയോ നിർവൂതിയോ അത്ഭുതമോ ഒക്കെ ഉണ്ടായാൽ രോമങ്ങളെല്ലാം എണീറ്റ്. അതിന്റെ പേരെന്താ? രോമാഞ്ചം. ഇനി രോമം ഇല്ലെങ്കിൽ തോലാഞ്ചം ഉണ്ടാകും. അവിടെയൊന്ന് തൊടണ്ടേ? അവിടെയല്ലേ സ്നേഹഗ്രന്ഥി. തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ഭാര്യയും ഭർത്താവും തൊടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കുട്ടികളെ മുമ്പിൽ നേരത്തെ പറഞ്ഞല്ലോ. തൊടണം, ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി വർത്താനം പറയാം. നമ്മുടെ കണ്ണുപോലെ ലോകത്ത് ഒരാൾക്കും കണ്ടില്ല. അതുകൊണ്ടാണ് വിമാനത്താവളത്തിന് വിദേശത്ത് പോകുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ കണ്ണ് നമ്മുടെ പേഴ്സണാലിറ്റി, അവിടുത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതയും കാണണം. കണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് പണ്ട് പെണ്ണുങ്ങൾക്ക് പേരുണ്ടായിരുന്നില്ലേ? അക്ഷി എന്ന് അവസാനിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു? അക്ഷി, കണ്ണ്. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. എന്റെ നാട്ടിലെ സൂപ്പർ പേര് വിശാലാക്ഷിയാണ്. വലിയ കണ്ണുള്ളവർ സുന്ദരിമാരാ. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണാ പോലും സൗന്ദര്യം. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിശാലാക്ഷി. ആണുങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ. ചെറിയ കണ്ണാണ് ആണുങ്ങൾക്ക് സൗന്ദര്യം. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചത്. മനസ്സിലായി? കണ്ണിൽ നോക്കി വർത്തമാനം പറയും. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അറിയാവോ? അതാ മഹാഭാരത യുദ്ധം. കൗരവന്മാരല്ലേ ഉത്തരവാദി. കൗരവന്മാരൊന്നും മോശക്കാരായിരുന്നില്ല. കുട്ടികൾ നല്ല മക്കളായിരുന്നു. മൂത്തവന്റെ പേരെന്താ? കൗരവന്മാരിൽ മൂത്തവളെ പേരെന്താ? ദുര്യോധനൻ. അല്ലെ? ദുര്യോധനൻ നല്ല പേര്. സുയോധനൻ. അച്ഛനമ്മയും വിളിച്ച പേര് സുയോധനൻ എന്നാ. സു എന്ന് പറഞ്ഞാൽ നല്ലെന്നാ. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞൊന്നുമല്ല. ആ സുയോധനൻ പക്ഷെ ദുഷിച്ചിട്ട് ദുര്യോധനായി പോയതാ. ദുഷിച്ച് ദുശാസനനും ദുഷിച്ച് ദുഷേനനും ആയി. കാരണം അച്ഛനും അമ്മയും ഈ മക്കളെ കണ്ടില്ല, കണ്ണിൽ നോക്കിയില്ല. അച്ഛൻ ജന്മനാ അന്ധൻ, കണ്ണ് കാണില്ല. നമ്മക്ക് കണ്ണ് കാണുമല്ലോ. വിവാഹ പന്തലിൽ കയറിയ ഗാന്ധാരി അറിയുന്നത് തന്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് 1.5 കോടി എടുത്ത് കണ്ണ് കെട്ടി ശപഥം ചെയ്തു. എന്റെ ഭർത്താവ് കാണാത്ത ലോകം ഇനി ഞാനും കാണൂല. 100 ആണിനെ പറ്റു, ഒരു പെണ്ണിനെ പറ്റു. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 പടഞ്ഞ് മരിച്ചില്ലേ? ഒരാണ്ടരി ബാക്കിയായോ ഈ അച്ഛനമ്മമാർ മരിച്ചപ്പോ കർമ്മം ചെയ്യാൻ? എന്നിട്ട് പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിച്ചു. ഭർത്താവിന് കണ്ണില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവുകയല്ലേ വേണ്ടത്? ഒരു പഴയ പാട്ടില്ലേ? കണ്ണില്ലാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയ ഒരു യുഗ്മഗാനം ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ ഐ കോണ്ടാക്ട്. അടുത്തത് എൻ നോഡിങ്. പരസ്പരം അംഗീകരിക്കും, തലകുലുക്കി സമ്മതിക്കും. നന്ദഗോപർ എന്ന് പറയുന്ന ഒരു മഹാകുലത്തിന്റെ, യാദവ കുലത്തിന്റെ പ്രധാന അധ്യക്ഷൻ ചാപപൂജയ്ക്ക് ദേവേന്ദ്രനെ പൂജിക്കാൻ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രനെ പൂജിക്കാൻ പോവുക. പൂജിക്കാൻ പോകുമ്പോ കൊച്ചു കുട്ടി കണ്ണം പറഞ്ഞു, അച്ഛാ ദേവേന്ദ്രനെ പൂജിച്ചാലൊന്നും മഴ പെയ്യൂല. അമ്പാടിയിൽ മഴ പെയ്യിക്കുന്നത് ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ്. കേരളത്തിൽ മഴ പെയ്യുന്നത് സഖ്യപർവ്വതം ഉള്ളത് കൊണ്ടാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ? അത് തന്നെയാ കൃഷ്ണൻ പറഞ്ഞത്.
പണ്ടത്തെ സങ്കല്പം മഴ പെയ്ക്കുന്ന ദേവേന്ദ്രനാന്നല്ലേ. ദേവേന്ദ്രന്റെ സേനകളാണ് ഹലാഹല സേന. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖനാഖന സേന. ഖനാഖന സേന കേട്ടിട്ടുണ്ടോ? ഖനാഖന സേന എന്ന് പറഞ്ഞാൽ മേഘങ്ങള് ദേവേന്ദ്രന്റെ സേനകളാ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഖനാഖന സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദുന്ദുഭിനാദം. സിനിമ പാട്ടിട്ടില്ലേ മഴ പെയ്ക്കുന്ന? കൃഷ്ണൻ പറഞ്ഞു അല്ല, ഗോവർദ്ധനത്തെ പൂജിക്കണം. കേട്ടില്ലേ നന്ദഗോപൻ? അതാ നോടി. ശരിയാ മോനെ, നീ പറഞ്ഞു. തല കുലുക്കുക, പരസ്പരം അംഗീകരിക്കുക. പല വീട്ടിലും കുട്ടികളുടെ സ്വഭാവ വൈകൃതം ഉണ്ടാകാൻ കാരണം ഈ ഗൃഹനാഥന്മാരുടെ ഔദ്ധത്യം കൊണ്ടാണ്. ഞാനാ വീടെടുത്തത്, ഞാനാ അരി വാങ്ങുന്നത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, ഞാനാ പുറത്തു പോകുന്നത്. അതുകൊണ്ടെന്താ? ഇയാളാരാ? ബാഹുബലി സിനിമയിലെ പൽവാജൻ. ഭാര്യ മക്കളോ കട്ടപ്പ അടിമ. ചായ ചോറ് അട്ടഹസിക്കുമ്പോ എടുത്തുകൂടുക. എന്തിനാ? നമ്മളെ ഭാര്യ മക്കളും നമ്മളെ വീടല്ലേ, ആടെ എന്തിനാ ഇങ്ങനെ മസിൽ പിടിക്കുന്നത്? സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നോ. അത്തരത്തിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന പരസ്പര ബഹുമാനമുള്ള പരസ്പര സ്നേഹമുള്ള ജനാക്ഷേത്രക്കുളം നന്നാവും. ഈ ക്ഷേത്രത്തിലെ നിത്യകർമ്മങ്ങൾ കൃത്യമായി നടക്കണം. ഈ ക്ഷേത്രം ഈ നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാവണം. ഇവിടെ കലാപരിപാടികൾ നടക്കണം. ഇവിടെ കുട്ടികൾ എല്ലാ പുതിയ തലമുറ എല്ലാ ധാർമ്മികതയുടെയും ഇത്ര നേരം സമയം ഇപ്പോ 11:62. 11:62. 2 മണിക്കൂർ നേരം. സാധാരണ സ്കൂളെ കുട്ടികളൊന്നും അരമണിക്കൂറിൽ കൂടുതൽ അടങ്ങി വെക്കൂല. 2 മണിക്കൂർ നേരം സ്കൂളെ കുട്ടികളെക്കാൾ അച്ചടക്കവും എന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ട ഈ സദസ്സിന്റെ മുന്നിൽ ഒരു കൂപ്പുകയോടെ നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ എല്ലാവരും ആശംസ അറിയിച്ച് ഞാൻ ഭാഷണം ചുരുക്കുന്നു.